എന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് ഞങ്ങൾക്ക് കുറച്ച് പൈസ തന്നിട്ട് കാര്യമുണ്ടോ? ഇപ്പം ഈ ഒരു അവസ്ഥയിൽ അവർ ഹെൽപ്പ് ചെയ്താൽ എനിക്ക് എൻ്റെ മോളെ പഴയതുപോലെ കൊണ്ടുവന്നൂടെ? എൻ്റെ കൺവെട്ടത്ത് അവൾ ഓടിച്ചാടി നടക്കുന്ന കണ്ടൂടെ? ഇങ്ങനെ അല്ലായിരുന്നു അവള്. അത്ര ആക്റ്റീവായിട്ട് നടന്നൊരു കുട്ടിയാണ്. ഇപ്പോൾ അവൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, അമ്മ ഞാൻ വീണ സമയത്ത് അങ്ങ് ചത്തുപോയാൽ പോരായിരുന്നോ, ഞാൻ എന്തിനിങ്ങനെ? ചില അവർക്ക് ഈ കിടക്കുന്ന കിടപ്പിൽ 9 മാസമായിട്ട് ഒരു ബെഡിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് പോട്ടെ ഒരാഴ്ച കിടന്ന് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. അതെല്ലാം കടങ്ങളൊക്കെ തന്നെയാണ്. കടങ്ങളും പിന്നെ ഉള്ളതൊക്കെ കൊടുത്തു എടുത്തുമൊക്കെ പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് പത്രത്തിൽ ഒരു ന്യൂസ് ഇട്ടിരുന്നു. വർക്കലയിൽ ട്രെയിനിൽ നിന്നൊരു പെൺകുട്ടിയെ അതിക്രൂരമായി തള്ളിയിടുകയും ആ കുട്ടി ഗുരുതരമായ അവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയൊക്കെ ചെയ്തതിൻ്റെ വാർത്തകളൊക്കെ നമ്മൾ അറിഞ്ഞതാണ്, കേട്ടതാണ്. ശ്രീകുട്ടി എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. പിന്നീട് അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. മലപ്പുറത്തെ എടപ്പാളിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ വലിയ ഒരു സാമ്പത്തിക ബാധ്യത കുടുംബത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യഘട്ടങ്ങളിലൊക്കെ ചെറിയ സഹായങ്ങളൊക്കെ പലയിടത്തുനിന്ന് കിട്ടിയെങ്കിൽ പോലും പിന്നീടുള്ള തുടർ ചികിത്സയ്ക്ക് ഇപ്പോൾ വലിയ സാമ്പത്തിക ബാധ്യത വരികയാണ്. ലക്ഷക്കണക്കിന് രൂപ ചികിത്സയ്ക്ക് സഹായം വരികയാണ്. ഇനി ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ വീട്ടിൽ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിടത്ത് നിന്നാണ് കുടുംബം അവരുടെ മകളെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. പ്രത്യേകിച്ച് അവളുടെ അമ്മ ആ ശ്രമത്തിൻ്റെ ഭാഗമായി തുടർ ചികിത്സകൾ നിരന്തരമായി നടക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് സാമ്പത്തിക പ്രതിസന്ധി വലിയ വെല്ലുവിളിയായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ചികിത്സ ഇപ്പോഴും തുടരുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ ശ്രീകുട്ടിയുടെ അമ്മ തന്നെ മീഡിയ വണ്ണൊപ്പം ചേരുകയാണ്. ഇപ്പം എടപ്പാളിലാണോ ചികിത്സിക്കുന്നത്? എന്ത് ചികിത്സയാണ് ഇപ്പം നടക്കുന്നത്? ഫിസിയോതെറാപ്പിയും പിന്നെ അവൾക്ക് സംസാരിക്കുമ്പോഴത്തേക്കും നമ്മൾ നോർമലി സംസാരിക്കുമ്പോൾ കണ്ടിന്യൂ പറയാൻ പറ്റില്ല, ബ്രീത്തിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതിൻ്റെ ചികിത്സയുണ്ട്. പിന്നെ നെർവിൻ്റെ ഉണ്ട്, ഓർമ്മ കിട്ടാത്തതുണ്ട്. കാരണം SP സാർ വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് സാർമാർ വന്നിട്ട് അവളുടെ മൊഴി എടുക്കാൻ വന്നപ്പോഴത്തേക്ക് അവൾക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ് നമുക്കൊന്ന് ഓർമ്മ തിരിച്ചിട്ടാൻ വേണ്ടി അവൾക്ക് നെർവിനാണല്ലോ പ്രശ്നം. അപ്പോൾ നെർവിൻ്റെ ചികിത്സ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അതും ചെയ്യുന്നുണ്ട്. പിന്നെ കൈയിടത് ആദ്യം എവിടെയായിരുന്നു നമ്മൾ ചികിത്സ തുടങ്ങി? പിന്നെ മലപ്പുറത്ത് മഞ്ചേരിയിലായിരുന്നു. നമ്മൾ എറണാകുളത്ത് അമൃതയിൽ നിന്ന് നേരെ മഞ്ചേരിയിലാണ് പോയത്. അവിടെ നിന്നാണ് അവിടെ നമുക്ക് പറ്റാത്ത, കാരണം നല്ല അത്യാവശ്യം പൈസ ഉണ്ടാവുക, ചികിത്സ ഓക്കെ ആയിരുന്നു. അവിടെ നിന്നാണ് അവിടെ നിന്നാണ് ഞങ്ങൾ നമ്മളെ ഇപ്പം നിൽക്കുന്ന ആയുർഗ്രീനിലെ മാനേജ്മെന്റ് വിളിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ ഇവിടെ വന്നത്. ഇപ്പോൾ ഈ ചികിത്സക്കുള്ള പണമൊക്കെ എങ്ങനെയാണ്? അതെല്ലാം കടങ്ങളൊക്കെ തന്നെയാണ്. കടങ്ങളും പിന്നെ ഉള്ളതൊക്കെ കൊടുത്തു എടുത്തുമൊക്കെ പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് പത്രത്തിൽ ഒരു ന്യൂസ് ഇട്ടിരുന്നത്. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ചികിത്സയ്ക്ക് ഇനി സാമ്പത്തികമായിട്ട് തീർച്ചയായിട്ടും മുമ്പോട്ട്. കാരണം ഇപ്പം ഏകദേശം അവളുടെ ഹസ്ബൻഡും കൂടി ഉള്ളത് കൊണ്ടാണ് അവനും ബാക്കി കാര്യങ്ങളൊക്കെ അവനും ഒരു മനുഷ്യനല്ലേ, നമുക്ക് താങ്ങാവുന്ന അപ്പുറമാണ് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയെന്ന് പറയണത്. അപ്പോൾ ഇനി അവിടെ ഒരു 1.5 ലക്ഷത്തോളം നമുക്ക് ഈ 3 മാസം ട്രീറ്റ്മെൻറ്റാണ് അവർ പറയുന്നത്. 2 മാസം കഴിഞ്ഞിട്ടുണ്ട്, അടുത്ത മാസം ആകുമ്പോൾ 3 മാസം ആവും. അത് പിന്നെ കണ്ടിന്യൂ ചെയ്തെങ്കിൽ അവളൊന്നും ഓക്കെ കിട്ടുള്ളൂ. ഇതുവരേക്കും നമുക്ക് 1.5 ലക്ഷം രൂപ പറഞ്ഞിട്ടുണ്ട്. ഇനി മുമ്പോട്ട് എന്താണ് ഏതാണെന്ന് ഒരു പിടിയില്ല. 2 കൈ വിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ട്രീറ്റ്മെന്റിൽ മാറ്റങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ അവിടെ ചെന്നതിന് ശേഷം അവൾ എണിച്ച് നിൽക്കുന്ന ഒരവസ്ഥ വന്നില്ല. മറ്റേത് കട്ടിൽ നിന്ന് എണിക്കാനും എണിച്ചൊന്ന് ബാത്റൂമിൽ പോകാനൊക്കെ നമ്മൾ സപ്പോർട്ട് വേണം. ഇപ്പോൾ അവൾ തനി എണിച്ച് നിൽക്കുന്നുണ്ട്. ആ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അതായത് സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ സഹായം ലഭിച്ചില്ലേ? സർക്കാരിന്റെ ഭാഗത്ത് സഹായം എന്ന് പറഞ്ഞത് മെഡിക്കൽ കോളേജിൽ കിടന്ന ആ ഒരു 52 ദിവസത്തെ സഹായം തന്നെ. മെഡിക്കൽ കോളേജിൽ ചികിത്സ മാത്രമാണ്? അതെ, മെഡിക്കൽ കോളേജിൽ ചികിത്സ മാത്രമാണ് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് കിട്ടിയത്. അവിടെ പൈസ ഒന്നും ആയിട്ടില്ല. അത് കഴിഞ്ഞ് അതായത് ഡിസംബർ 24 ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം ഇതുവരെ ഒരു ഗവൺമെന്റും ഞങ്ങളെ തേടി വന്നിട്ടോ അല്ലെങ്കിൽ എന്താണെന്ന് പോലും ചോദിച്ചിട്ടില്ല. അതായത് തുടർ ചികിത്സക്കുള്ള സാമ്പത്തിക സഹായം സർക്കാരിന്റെ ഒരു സഹായം കിട്ടിയിട്ടില്ല. പിന്നീട് ഇനിയിപ്പോൾ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് സർക്കാർ സമീപിച്ചിരുന്നു? അതെ, ഈ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോയി മുഖ്യമന്ത്രിനെ കണ്ടത്, ഈ അപേക്ഷ വെച്ചത് എല്ലാം അതിന് വേണ്ടിയിട്ടാണ്. കാരണം മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല എന്നൊരു സാഹചര്യം വന്നത് കൊണ്ടാണ് അവിടുന്ന് എല്ലാവരും പറഞ്ഞു അവിടെ ഒരു അപേക്ഷ കൊടുത്തു നോക്ക് സാറിനെ. കാരണം ഇത് അത്ര ഒരു വലിയൊരു വിഷയമായില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയിട്ട് സാറിനെ കണ്ട്, അതും സാറിനെ ഡയറക്റ്റും കണ്ട് സംസാരിച്ചൊരു കാര്യമാണ്. ഇന്നതാണ് എൻ്റെ അവസ്ഥ, ഇതാണ് എനിക്ക് മെയിനായിട്ട് എനിക്ക് ജോലി പോലും ഇല്ലാതെ നിൽക്കുകയാണ് ഞാനിപ്പോൾ. പിന്നെ ഞാൻ എങ്ങനെ ചെയ്യാം? എനിക്ക് സപ്പോർട്ട് ചെയ്യാനെന്ന് പറഞ്ഞാൽ ഈ ഒരു മോളുടെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ, വേറെ ഒരാളും ഇല്ല. നമുക്ക് ഫാമിലിയും ഞാൻ അത്ര വലിയ ഹൈ ലെവലുള്ള ആൾക്കാരൊന്നുമില്ല. ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നും എനിക്കൊരു സഹായവും ഇല്ല മോക്ക് വേണ്ടിയിട്ട്. ഞാൻ തന്നെ അല്ലെങ്കിൽ അവൻ തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് ഈ ഓടുന്നത്. അപ്പോൾ ഇനി മുമ്പോട്ട് പോകണമെങ്കിൽ ഗവൺമെന്റ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തേ പറ്റുള്ളൂ, ഇല്ല ഞങ്ങൾക്ക് പറ്റില്ല. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സഹായം വേണമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും വേണം. കാരണം വെച്ചാൽ ഇപ്പം എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ, ഗവൺമെന്റിനോടായിട്ട് ചോദിക്കാൻ ഒരു കാര്യമുള്ളൂ. എന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് ഞങ്ങൾക്ക് കുറച്ച് പൈസ തന്നിട്ട് കാര്യമുണ്ടോ?
ഇപ്പം ഈ ഒരു അവസ്ഥയിൽ അവർ ഹെൽപ്പ് ചെയ്താൽ എനിക്ക് എൻ്റെ മോളെ പഴയതുപോലെ കൊണ്ടുവന്നൂടെ. എൻ്റെ കൺവെട്ടത്ത് അവൾ ഓടിച്ചാടി നടക്കുന്ന കണ്ടൂടെ. ഇങ്ങനെ അല്ലായിരുന്നു അവള്. അത്ര ആക്റ്റീവായിട്ട് നടന്നൊരു കുട്ടിയാണ്. ഇപ്പോൾ അവൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, അമ്മ ഞാൻ വീണ സമയത്ത് അങ്ങ് ചത്തുപോയാൽ പോരായിരുന്നോ, ഞാൻ എന്തിനിങ്ങനെ. ചില അവർക്ക് ഈ കിടക്കുന്ന കിടപ്പിൽ 9 മാസമായിട്ട് ഒരു ബെഡിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് പോട്ടെ ഒരാഴ്ച കിടന്ന് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. എന്തിന് കൊറോണ സമയത്ത് പോലും ഒരു മനുഷ്യന് വീടിനകത്ത് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സമയത്ത് എൻ്റെ മോൾ 9 മാസം കൂടി ഒരു ബെഡിൽ കിടക്കുകയാണ്. അപ്പോൾ അവൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളുണ്ട്. ചില സമയത്ത് ചോദിക്കുമ്പോൾ ശരിയാണ്, അവളെയും കൊന്ന് ഞാനും ചത്താൽ മതി എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനിങ്ങനെ ജീവിക്കുന്നതെന്ന്. ഒരു കുഴപ്പമില്ലാതെ, ഒരു കണ്ണിനോ കാലിനോ കൈക്കോ ഒന്നും ഒരു കുഴപ്പമില്ലാതെ ഈ 19 വയസ്സ് ഓടിച്ചാടി നടന്നൊരു വ്യക്തി ഒറ്റ നിമിഷം കൊണ്ടാണ് ഈ കിടക്കുന്നത്. വേദന സഹിക്കാൻ വയ്യമ്മ. ചില സമയത്ത് നമുക്ക് ഭയങ്കര വേദന വരും, കാലിനും മുട്ടിനൊക്കെ നല്ല വേദന. അമ്മ എനിക്ക് വേദന തീരെ സഹിക്കാൻ വയ്യമ്മ, ഞാൻ ചാവുന്നില്ലമ്മ എന്നല്ല, എന്തിനിങ്ങനെ കിടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയണമെന്ന് എനിക്കറിയില്ല. ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പം ഞങ്ങളുടെ പോക്ക്. പിന്നെ അവൻ്റെ ഭാഗത്തുനിന്ന് ആ പയ്യൻ്റെ ഭാഗത്തുനിന്ന് നല്ല അത്രയും സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ശരിക്കും ഞാൻ ജീവനോടെ ഇവിടെ ഇങ്ങനെ ഉള്ളത്. ഈ ചികിത്സ ചെയ്തതുമായി ബന്ധപ്പെട്ട് കടങ്ങളൊക്കെ ഉണ്ടോ? ഒരുപാടുണ്ട്. കാരണം അമൃതയിൽ ഒരു 3.25 ലക്ഷം രൂപ അവിടെ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള പൈസ മൊത്തം ഇപ്പം ട്രീറ്റ്മെൻറ്റ് മാത്രമല്ലല്ലോ അവൾക്ക് വേണ്ടത്, അവൾക്കുള്ള ഫുഡ് വേണം, അവൾക്കുള്ള ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങളെല്ലാം. കാരണം അവളെല്ലാം സ്വയമേ നമ്മൾ ബാത്റൂമിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോഴാണ് ആയിട്ടുള്ളത്. അതിന് മുന്നേക്കുള്ള ആവശ്യങ്ങൾ മുഴുവനും നമ്മൾ പൈസ കൊടുത്തല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിന് ഒരു കുറച്ച് പൈസ തന്നിട്ട് ട്രീറ്റ്മെൻറ്റ് മാത്രം മതിയോ? അപ്പോൾ അവൾക്ക് ബാക്കി കാര്യങ്ങൾ നോക്കണ്ട. എല്ലാം കടം തന്നെയാണ്, എല്ലാം കടം മേടിച്ച് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വുമൺ ജസ്റ്റിസ് മൂവ്മെന്റിൽ പുറത്തോടു കൂടി നമ്മളിപ്പോൾ ശരിയാണ് വലിയൊരു പ്രയാസത്തിലാണ്. അതെ, നമ്മൾ ഓർക്കുന്നുണ്ടോ, കഴിഞ്ഞ നവംബറിലാണ് നമ്മളൊക്കെ വലിയ വാർത്തയായ വിഷയമാണ് ഇത്. ട്രെയിനിലൊരു 19 വയസ്സുകാരിക്ക് ഇങ്ങനെ അപകടം സംഭവിച്ചു എന്നുള്ളത്. അന്ന് ഇവിടുത്തെ സർക്കാരും സമൂഹമൊക്കെ ആ കുടുംബത്തോടൊപ്പം നിൽക്കുകയും ആ കുട്ടിക്ക് വേണ്ടിയൊക്കെ എന്തും ഏറ്റെടുക്കുകയൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഈ കുട്ടിക്ക് ചികിത്സ ചെയ്തപ്പോൾ അവിടെ വെന്റിലേറ്ററിലിട്ടു. അന്നും അവർ വിദഗ്ധ ചികിത്സയൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. ഹോസ്പിറ്റലുമായിട്ട് ഞങ്ങൾ നിരന്തരം ബന്ധമുണ്ടായിരുന്നു, കുടുംബവും ആയിട്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ആ കുട്ടീനെ ജീവിച്ചിരിക്കില്ല എന്നൊക്കെയാണ് കിട്ടിയത്. പക്ഷേ അവിടുന്ന് അന്ന് നമ്മൾ ഇവർക്ക് കുടുംബത്തോട് പറയാറുണ്ട് കുട്ടിക്ക് ചികിത്സ കൊടുക്കണം എന്നുള്ളത്. ഇപ്പോൾ വിദഗ്ധ ചികിത്സ കിട്ടിയപ്പോൾ കുട്ടിക്കുണ്ടായ മാറ്റമാണ് ഇത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ മാസം ഇവർ മഞ്ചേരിയിൽ ഇലാജിലായിരുന്നപ്പോൾ ഞങ്ങൾ അവിടെ പോയി കുട്ടിയൊക്കെ സന്ദർശിച്ച് വലിയ മാറ്റം നമുക്ക് ഫീൽ ചെയ്തു. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇവരൊരു സിംഗിൾ പാരൻ്റാണ്. ഇവർ ജോലി ചെയ്യാതെ ഈ കുട്ടിയെ നോക്കുന്നു. അന്ന് രണ്ട് സ്ത്രീകൾ വേറെ ഉണ്ട്, അവരുടെ കൂടെ 2 പുരുഷന്മാരുണ്ട്. ഇവർ ഈ കുട്ടിയെ നോക്കാനായിട്ട് ഒരു കുടുംബം നിൽക്കുകയാണ് ഫുൾ ടൈം. അപ്പോൾ ഇവർക്ക് എന്താണ് ഇതിനൊരു സോഴ്സ് ഇൻകം ഒന്നുമില്ലല്ലോ. അപ്പോൾ സർക്കാർ ഇതിന് ഒന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. 2 കാര്യം പറയാനുള്ളത്, വലിയ സാമ്പത്തിക ബാധ്യത കുടുംബത്തിനുണ്ട്, ശാരീരികവും മാനസികവുമായ ദുരിതങ്ങൾക്കപ്പുറത്ത് അതിന് സർക്കാരിന് ബാധ്യത ഉണ്ട്. സർക്കാർ അത് ഏറ്റെടുക്കണം. അവർക്കതിന് അവകാശപ്പെട്ട നഷ്ടപരിഹാരം, ചികിത്സയ്ക്കുള്ള സഹായം നൽകേണ്ടതുണ്ട്. രണ്ടാമത്തെ വിഷയം, സ്ത്രീകൾ പൊതുസംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി യാത്ര ചെയ്യുമ്പോൾ സ്ത്രീകൾക്കുണ്ടാകുന്ന വേണ്ട സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ സർക്കാർ മുൻകരുതലെടുക്കണം. ഇങ്ങനെ അത്ര വലിയൊരു അപകടമാണ്, കുട്ടി മരണപ്പെട്ടു പോകേണ്ടതായിരുന്നു. അപ്പോൾ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇവർ പറഞ്ഞതുപോലെ ഇനിയും ഈ കുട്ടിക്ക് നല്ല ചികിത്സ ചെയ്താൽ കുട്ടിക്ക് വലിയ മാറ്റം ഉണ്ടാകും എന്നാണ് അവർ പറയുന്നത്, ഹോസ്പിറ്റലുകാർ പറയുന്നത്. അതിന് ഇവർക്ക് ഇപ്പോൾ തന്നെ വലിയ ബാധ്യതയായിട്ടുണ്ട്, അവർക്കിതിന് സാധ്യതയില്ല. അപ്പോൾ സർക്കാർ ഇത് ഇന്ന് വിളിക്കും നാളെ വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാരിനെ ഇതൊന്ന് ഓർമ്മപ്പെടുത്തണം, ജനങ്ങളെ സമൂഹത്തെ ഇത് ഓർമ്മപ്പെടുത്തണം. അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഇന്ന് കൂടുതൽ ഇവരോടൊപ്പം വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് ഏറ്റെടുക്കണം, എല്ലാവരും ഇത് ഏറ്റെടുക്കണം എന്നാണ് പറയാനുള്ളത്. സർക്കാർ ഇതിൽ പ്രത്യേകം ശ്രദ്ധ കാണിക്കണം. 19 വയസ്സ് മാത്രമാണ് ശ്രീകുട്ടിക്ക്. ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിടത്തു നിന്നാണ് ആ പെൺകുട്ടിയുടെയും കുടുംബത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. പക്ഷേ ഇനി തുടർ ചികിത്സയ്ക്കും സാമ്പത്തിക ബാധ്യതയാണ് ഈ കുടുംബത്തെ കടക്കണിയിലാക്കുന്നത്. സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് അനുകൂല സമീപനം ഉണ്ടാകുമെന്നാണ് ഈ കുടുംബം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. മലപ്പുറത്ത് നിന്ന് അനുരൂപിച്ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞ്, മീഡിയ 1.